ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശർക്കര ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചേക്കാണ്, വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചേക്കാണ്. ഇതിന് ശർക്കര ഉണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് എന്താ ചെയ്യണേ? പഴം ഇടാം. ശർക്കര ഇട്ടിട്ടുണ്ട് വേണ്ട. ഇനി ഇതിലേക്ക് പഴം കറക്കിടുന്നു. ഏത്തപ്പഴം. അതായത് തലയും മാലും കളഞ്ഞ ഏത്തപ്പഴം നടുവെ വെച്ച് മുറിച്ച ഏലക്കാപ്പൊടി. ഏലക്ക പൊടിച്ചതാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഏലക്കാപ്പൊടി വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് 2 പപ്പടം കൂടി കാച്ചാം. പപ്പടം കാച്ചാൻ എല്ലാവർക്കും അറിയാലല്ലേ, പ്രത്യേകിച്ച് കാണിച്ചിട്ടൊന്നുമില്ല. 3-4 പപ്പടം കാച്ചണുള്ളൂ, 2 പേരല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന പഴം അതിൻ്റെ അകത്ത് എടുത്ത് മാറ്റാം. പഴം വെന്തിട്ടുണ്ട്. ഇപ്പം പഴം 6 കഷ്ണം ഉണ്ടായിരുന്നു. ആ 6 കഷ്ണം നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ശർക്കര പാനി ആയിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാനി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നമുക്കിത് കഴിച്ചു തുടങ്ങാം. ഇതിൽ പപ്പടം ഇടാം. ഈ ശർക്കരയല്ലേ, ഈ ശർക്കര നമ്മൾ ശർക്കര നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ലേ, ആ ശർക്കര ഈ പഴത്തിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിക്കാം. പപ്പടം ഒഴിക്കാം. ഇനി പപ്പടം കൂട്ടിയിട്ട് ഈ പപ്പടം എടുക്കണോ പപ്പടം കൂട്ടിയിട്ട് പപ്പടം ഇങ്ങനെ പൊടിക്കാം. കാണിച്ചുതരാം. നല്ലൊരു പരിപാടിയുണ്ട്. ഈ പഴം ഈ ശർക്കര പാനിയിൽ ഇങ്ങനെ മുക്കിയിട്ട് പപ്പടവും കൂട്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടാ. അപ്പൊ എല്ലാവരും കഴിച്ചു നോക്കാം. സൂപ്പറാണ് കേട്ടാ. അടുത്ത വീഡിയോ കാണാം. അപ്പൊ അടുത്ത വീട്ടിൽ കാണാം. ബൈ.